ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ പൊന്മുടിയിലാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പൊന്മുടി പോകാൻ പോകുന്നത്. അപ്പം ഞാൻ ഇതുവരെ ആ ഭാഗത്തോട്ടേ പോയിട്ടില്ല. ഇത്ര അടുത്ത് കിടന്നിട്ട് പോലും ഞാൻ പൊന്മുടിയുടെ പരിസരത്തോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ ടീമെല്ലാം കൂടെ പൊന്മുടി പോകാൻ പോവാണ്. 2 ദിവസം ഭയങ്കര മഴ കണ്ടിട്ട് കോടയൊക്കെ കാണാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ ഇരുന്നത്. പക്ഷേ ഇന്ന് നോക്കിയപ്പം ഒരു മഴയില്ല, ഒരു തേങ്ങയില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തുവരും ഉച്ച സമയമാണെങ്കിൽ കൊട്ട വെയിലായിരിക്കും. നമ്മൾ വെയിൽ കാണാനായിരിക്കും പോകുന്നത്. അവിടെ പോയി മഞ്ഞ് കാണാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസമില്ല. ഗൈസ്, അതിരാവിലെ തന്നെ മജീഷ് എത്തിയിട്ടുണ്ട്. 6:30 എന്ന് പറഞ്ഞാൽ 6:30. ബാക്കിയുള്ളവരൊന്നും ഇതുവരെ എത്തിയിട്ട് പോലും ഇല്ല. നീ അല്ലേ അവനെ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞേ? ആ മജീഷും വാസ്കോയാണ് ഒരുമിച്ച് പോകുന്നത്. വാസ്കോ ഇതുവരെ കണ്ടിട്ടില്ല. വാസ്കോയെ ഭരത്ത് കൊണ്ടുവരുമെന്നാണ് മജീഷ് പറയുന്നത്. ഗൈസ്, ദൂരെ നിന്നും അതാ വരുന്നു മജീഷ്, ഭരത് 135. നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഞാനും 135 ഒരുമിച്ചാണ് വരുന്നത്. മജീഷും വാസ്കോയും ഒരുമിച്ച് വരും. അംശു കണ്ടപ്പന് ഇപ്പോൾ ഏത് സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഗൈസ്, 2 റൈഡർമാർ ഇവിടെ ഒന്ന് വിളിച്ച് ഇപ്പോട്ട് അംശുമായിട്ട് കണ്ണപ്പൻ. പൊന്മുടി പോകുന്ന പൊന്മുടി അങ്ങനെ പുളിഞ്ചി തോട്ടം വഴിയും പോവാം. അങ്ങനെ ഞങ്ങൾ ഇന്ധനം നിറച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ പൊന്മുടി. സത്യത്തിൽ നമ്മൾ മഴയൊക്കെ ഉള്ളപ്പോൾ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നാണെങ്കിൽ നോക്കണം, ഇന്ന് ഒരു ചാറ്റൽ മഴ പോലും പെയ്യത്തില്ല. അങ്ങനെ നമ്മളെ ഇറങ്ങണം. നല്ല ഭംഗിയുള്ളൊരു കാലാവസ്ഥ. അല്ല, അത് നല്ലതാ. അവിടെ പോയി വ്യൂ കാണും. മനസ്സിലായോ? മഞ്ഞുണ്ടേ കാണാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് വല്ലോ ചെല്ലുന്നെങ്കിൽ കൊട്ട വെയിലത്ത് അവിടെ ഇങ്ങനെ കരിഞ്ഞുണങ്ങി എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു തീരുമാനമായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി കഴിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. നല്ലവണ്ണം ക്ഷീണിച്ച് നമുക്കിനി ഏകദേശം 24 കിലോമീറ്റർ എന്തേ ഉള്ളൂ ദൂരം പോകാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടുന്ന് തിരിക്കാൻ പോകണം. നേരെ ഒറ്റ സ്ട്രെച്ച് നമ്മൾ നേരെ പൊന്മുടിക്കാണ്. ഇനി നിർത്തലൊന്നുമില്ല, നേരെ പൊന്മുടി. വയറൊക്കെ നിറച്ച് എല്ലാവരും വിശ്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ അതിനെ കഴിച്ചിട്ടിറങ്ങി, ബില്ലൊക്കെ കൊടുത്തിട്ടിറങ്ങി നമ്മൾ നേരെ പൊന്മുടി. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. സ്ട്രെയിറ്റ് പൊന്മുടി. അതെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പൊന്മുടിയുടെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു കുറേ ഹെയർ പിന്നൊക്കെ കഴിഞ്ഞ് വേണം നമുക്ക് മേളിലെത്താൻ, അല്ലേ? അതെ, ഹെയർ പിന്നുകളുടെ എണ്ണം ഇനിയിപ്പോൾ ഇവിടെ ഒരു ബോർഡ് കാണിക്കാം. ഓരോ ഹെയർ പിന്നുകൾ എണ്ണി നമ്മൾ കയറും. അമ്മമാര് ഫ്രണ്ടിലുണ്ട്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് പൊന്മുടിയിലേക്ക്. KSRTC സർവീസ് ഇങ്ങോട്ടുണ്ട്. സ്ത്രീകളാണെങ്കിൽ ഫ്രീ സർവീസാണ്. ഇതോ പോകുന്ന പ്രിയദർശിനി ബസ്. പൊന്മുടി വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാം, അല്ലേ? ഒരു നല്ല ഡെസ്റ്റിനേഷൻ അല്ലേ? അതെ. 22 ഹെയർ പിന്ന് നമ്മൾ മൊത്തം കയറണം. 22 ഹെയർ പിന്നിൽ നമ്മളിപ്പോൾ 4ാമത്തെ ഹെയർ പിന്നിലാണ്. നല്ലൊരു കൊടും മുളകാണ്. അടുത്ത് നോക്കാം. നമ്മുടെ പയ്യന്മാരെല്ലാം ബാക്കിലുണ്ട്. അടുത്ത ബോർഡ് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും കണ്ടതായിരിക്കുമല്ലോ, ആരും കാണാത്ത സാധനമൊന്നുമല്ലല്ലോ. ശരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പൊന്മുടി വരുന്നത്. ഇവൻ നേരത്തെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് പൊന്മുടി? എങ്ങനെയുണ്ട്? അടുത്ത് ഒരു 10-70 കിലോമീറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു നൈസ് ഡെസ്റ്റിനേഷൻ. വേറെ ഫീൽ ഗുഡ് സാധനം. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ മേളിലെത്തിയിട്ടൊക്കെ ഞാൻ പറയാം. എൻ്റെ ഒരു ചെറിയ മഴയും കൂടെ വല്ലതും കാറിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. സത്യത്തിൽ നമുക്ക് 2 ദിവസം നാട്ടിലൊക്കെ ഭയങ്കര മഴയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് ഇവിടെ എത്തുമ്പം ഒരു മഴ കിട്ടുമെന്ന്. നമ്മുടെ ഭാഗ്യത്തിന് ഇന്ന് മഴയില്ല, ഒരു തേങ്ങയില്ല. നല്ല വെയിലും. മേളിലെത്തുമ്പോൾ ഉച്ച സമയത്ത് പെരുക്ക് അവിടെ ഇരുന്നു വെയിൽ കൊണ്ട് കുഴിക്കും. നൈസൊരു മഴയും കൂടെ പെയ്തായിരുന്നെങ്കിൽ കോടെ ഇറങ്ങി അടിപൊളി വ്യൂ ആയാലും. എനിക്ക് തോന്നുന്നു ഓരോ സ്ഥലത്തിനും ഓരോ ക്ലൈമറ്റ് ഉണ്ടല്ലേ, ആ ക്ലൈമറ്റ് വന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ. എനിക്ക് തോന്നുന്നു വെയിലത്ത് വേറൊരു ഭംഗി അതിന് കാണുമായിരിക്കും, അല്ലേ? അങ്ങനെ കുറച്ച് സമാധാനം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ അവിടെ ഹെയർ പിന്നുകളുടെ എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ 10ാമത്തെ ഹെയർ പിന്നാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 22 കയറി കഴിയുമ്പോൾ നമ്മൾ മേളിലെത്തും. മജീഷ്, ഫസ്റ്റ് ടൈം അല്ലേ പൊന്മുടി? അതെ. എന്താണ് ഒരു അല്ല, കേറുന്നതിന് മുമ്പുള്ള ഒരു ഇത് പറ, എക്സ്പെക്ടേഷൻ? ഓവർ എക്സ്പെക്ടേഷൻ ഇല്ല. ഈ തെണ്ടികളിലൂടെ എവിടെ പോയാലും പണിയാ. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. മഴ പെയ്യും തോന്നുന്നുണ്ടോ? മഴ പെയ്യുന്നു തോന്നുന്നുണ്ടോ? മഴ പെയ്യോ? എന്താ ഉറപ്പ്? അവിടെ ഇത് കണ്ടായിരുന്നു, ഒന്നും പെയ്യാൻ പോകുന്നില്ല. നടക്കത്തില്ല. 2 എറണാകുളം റോഡിൽ പോകും. അല്ല, നമ്മളൊക്കെ എറണാകുളം നമ്പർ 1, ഇത് എറണാകുളം നമ്പർ 2.
ഇതേപോലെ ഒരുത്തം മതിയല്ലോ. ഇനി 10 കിലോമീറ്ററോടുണ്ട് പൊന്മുടിയിലേക്ക്. നമ്മൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് കാലൊക്കെ നിവർത്തിയിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി 10 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ മലയുടെ ഉച്ചയിലെത്തും അല്ലേ? അതെ. നമ്മൾ ഒട്ടും കോടയില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ നല്ല തണുപ്പുമുണ്ട്, മണ്ടയിൽ കോടയും കാണുന്നുണ്ട് അല്ലേ? സുഖമുണ്ട്. കോട ഇല്ലെങ്കിൽ എനിക്ക് ഈ ക്ലൈമറ്റ് ആയ മേലോട്ടെല്ലാം എന്തായാലും നല്ല തണുപ്പാണ്. അത് മതി. ഒരു തണുപ്പുണ്ട്, വെയിലത്ത് പോയി നിൽക്കേണ്ടി വരത്തില്ല. എന്തായാലും മണ്ടയിൽ മഞ്ഞ് കാണുന്നുണ്ട്. എന്തായാലും മഞ്ഞുണ്ട് ഗൈസ്. നമ്മൾ രക്ഷപ്പെട്ടു. കാലാവസ്ഥ മാറി. തണുക്കുന്നുണ്ടോ? ഭയങ്കര ചൂട്. ഇത് വല്ലാത്ത പരിപാടി തണുക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല കാലാവസ്ഥയല്ലേ ഇവിടെ? നല്ല മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. വെള്ളത്തിപ്പോ എന്തുമായാലും നല്ലൊരു ഇതായിരിക്കും. മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കണ്ടുവരുന്നുണ്ട്. മഴ പെയ്യുന്നതിന്റെ ശുഭവിശ്വാസത്തോടെ തന്നെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ് ഗൈസ്. കോട, മഞ്ഞ്, കാറ്റ്. ക്യാമറയിൽ കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. കോടയുണ്ട്, മഞ്ഞ്. നമ്മളിപ്പോ അവിടെ കോടമഞ്ഞകത്ത് കേറി. ഇത് നല്ല രസമുണ്ടല്ലേ? നല്ല മേളിൽ എന്തായാലും കോടാണ് 100% ഉറപ്പ്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും കാണും. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആണ്ടെ നല്ല മഞ്ഞുണ്ട്, നല്ല കോടയുണ്ട്, നല്ല മണം. ആ മഞ്ഞിന്റെ മണം. നീയാ പറഞ്ഞ മേളി കോട അല്ല, നീയാ പറഞ്ഞ കോട കാണത്തില്ലെന്ന്. വാസ്കോ അപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ കോടയും കാണത്തില്ല, ഒരു തേങ്ങയും കാണത്തില്ലെന്ന്. പക്ഷെ അതിന്റെ നേരെ വിപരീതമായിട്ട് ഇവിടെ കോടയുണ്ട്, കാറ്റുണ്ട്. നാട്ടിപ്പോ ചെറുതായിട്ട് മഴയും പൊടിക്കുന്നു. നല്ലൊരു വൈബ് കാലാവസ്ഥ. അതെ. ഫ്രണ്ടിലുള്ള വഴി പോലും കാണാൻ വഴിയാത്ത അത്രയും മഞ്ഞായി കഴിഞ്ഞ് ഇവിടെ. അപ്പൊ നമ്മൾ വന്നതിനുള്ള ഇത് വർത്തായിട്ടുണ്ടല്ലേ? വർത്തായിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വണ്ടി വരുന്ന പോലെ നമുക്ക് കാണുന്നില്ല, അത്രയ്ക്കും മഞ്ഞാണ് ഇവിടെ. ഇല്ല, നമുക്ക് ആൾക്കൊരു 300 രൂപ 400 രൂപ ചെലവില് എത്തിപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ സ്പോട്ടാണ്. നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏറ്റവും നമ്മളെ വെച്ച് നോക്കുമ്പോ നമ്മളിപ്പോ കൊല്ലം അഞ്ചലാണ് ഉള്ളത്. അപ്പൊ അഞ്ചലിൽ നിന്ന് ഇത് നമുക്ക് ഏകദേശം ഒരു 65 കിലോമീറ്റർ അകത്തേ വരുന്നുള്ളൂ. അതുമല്ല വലിയ ട്രാഫിക് ഒന്നുമില്ല. നല്ല റോഡ് അടിപൊളി. എല്ലാം നല്ല റോഡാണ്, വേറൊരു കുഴപ്പമില്ല. നമ്മള് കടക്കൽ, പാലോട്, പിന്നെ കൊള്ളാം. നമ്മളിപ്പം ഏകദേശം മേലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞുണ്ട്. എനിക്കൊന്നും കുറച്ചുകൂടെ ഉള്ളല്ലേ? എനിക്ക് നമ്മള് ഈ ബുദ്ധി ഇട്ടിട്ടില്ല, നല്ല തണുപ്പ് ഇട്ടിട്ട് എനിക്ക് തണുക്കുന്നു. ഏകദേശം നമ്മൾ ഒരു സ്വെറ്റർ പോലത്തെ ഒരു സാധനം ഇട്ടേക്കുന്നത്. ഇത് അത്യാവശ്യം ചൂടെടുക്കുന്ന സാധനമാണ്. പക്ഷെ എന്നിട്ട് നമുക്ക് അത്യാവശ്യം തണുപ്പടിക്കുന്നുണ്ട് നല്ല പോലെ. ചെറിയ രീതിക്ക് മഴ പൊടിക്കുന്നുണ്ട്. നല്ല മഞ്ഞുണ്ട്. അടുത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റാത്ത അത്ര മഞ്ഞ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നില്ലേ? അന്ന് അങ്ങനെ ഒരു 10 മീറ്റർ അപ്പുറം നമുക്കൊന്നും കാണുന്നില്ല. കാലൊക്കെ കെടുക്കുന്നു. ഓക്കെ ഗായ്സ്, നമ്മൾ മേളിൽ എത്തിയിട്ട് വരാം. അപ്പൊ നമ്മളിപ്പോ ഏതോ ഒരു മൂലയ്ക്ക് വന്ന് നിൽക്കുകയാണ്. നമ്മളിതുവരെ മേളിൽ എത്തിയിട്ടില്ല, എത്താറാവുന്നേ ഉള്ളൂ. നമ്മുടെ കൂടെ വന്നവര് പുറകിൽ എവിടെയാണ്. അപ്പൊ അവന്മാര് വരുന്നവരെ നമ്മൾ ഇവിടെ നിന്ന് നിൽക്കാന്ന് വിചാരിച്ചു. ചുറ്റും മഞ്ഞാണ്. നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരെ പോലും കാണാത്തത്ര മഞ്ഞാ. ഇത് കിടിലൊരു വൈബ് ക്ലൈമറ്റ് ഇവിടെ. നല്ല രസമുണ്ട്. എന്താ പറയുന്നത്? സൂപ്പർ വർത്തായിട്ടുണ്ട്. നമ്മൾ വന്നത് ഒട്ടും മോശമായിട്ടില്ല, മോശം സമയമല്ല. അതെ, വലിയ തിരക്കുമില്ല. പക്ഷേ കിടിലം, വലിയ തിരക്കില്ല. എനിക്കൊന്ന് നോർമലി ഉള്ള പോലും അത്ര പോലും തിരക്കില്ല. വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു നിമിഷം ഒന്ന് വിഷമിച്ച്. കാര്യം രാവിലെ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇന്ന് ഇതൊന്നും കാണത്തില്ലെന്ന്, മഞ്ഞൊന്നും കാണത്തില്ലെന്ന്. അപ്പം ഇന്ന് എന്തായാലും മഞ്ഞുണ്ട്. നല്ല കാലാവസ്ഥയാണ്. നമ്മുടെ പയ്യന്മാരെല്ലാം വന്നിട്ടുണ്ട്, എല്ലാവരും വന്ന്. എന്താണ് പറയാനുള്ളത്? ഗൈസ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ എന്തായാലും പറഞ്ഞാൽ കേട്ടാണല്ലോ എന്തൊരു വെയിലാണെന്ന്. ഈ ഒരു പൊന്മുടിയുടെ ഏകദേശം ടോപ്പ് എത്തുന്നവരെ നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഇവിടെ ഇത്ര ഒരു ക്ലൈമറ്റ് കിട്ടുമെന്ന്. ഇതിപ്പോൾ എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല കോടയുണ്ട്, മഞ്ഞുണ്ട്. നമുക്ക് അടുത്തുള്ള ആരെയും കാണാൻ പോലും പറ്റാത്ത അത്ര മഞ്ഞാണ് ഇവിടെ. അപ്പോൾ നമ്മളവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കേസ് നമ്മുടെ പയ്യന്മാരെല്ലാം അവിടെ നിൽപ്പുണ്ട്, വണ്ടി പാർക്ക് ചെയ്തിട്ട്. വാസ്കോ അവിടെ വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കുന്നു. ഞാൻ കൺസിഡർ. അപ്പൊ നീ ചോദിച്ചു എന്തിനാ മഞ്ഞത്തിട്ട്? അപ്പൊ ഇവിടെ പ്രൊമോഷൻ, മഞ്ഞത്ത് നമുക്ക് ടാൻ അടിക്കും. അപ്പൊ നമുക്ക് ജീവിക്കണ്ടേ? പ്രൊമോഷൻ ചെയ്യുമ്പോ എന്റെ ഇതെന്തുവാ അംശം? ഇത് എന്തിനാ ഇവിടെ വെക്കുന്നത്? എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത്? പണ്ട് ഇവിടെ ആടാണ് ഈ ആട്. നമ്മുടെ വീഡിയോയിൽ വരുന്ന ആടാണ് ഈ ആട്. അതായിരിക്കും, അതൊരു മറ്റേ വീഡിയോ. എന്താ മൊത്തം ആടിരുന്നേ?
എന്നാ ബ്രോ ആടിടുന്നേ? മാണിക്കച്ചിറകുള്ള മാറത്ത് കോറിയുള്ള ഇതാണ് വായാടി പക്ഷിക്കൂട്ടം. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ വേർ ആർ യു ഗോയിങ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ. ഇതിലെ റോഡുണ്ടെങ്കിലും നമ്മൾ ഈ വഴി പോകുന്നില്ല, നമ്മൾ കുറച്ച് കാട് വഴി കയറാൻ വിചാരിച്ചു. എത്ര നല്ല വഴിയുണ്ടെങ്കിലും ഈ കല്ലിലും പാറയിലും ഒക്കെ ചവിട്ടി കയറി പോകുന്നതാണ് നമ്മള് വരുന്ന അനുസരിച്ചാണെങ്കിൽ ഇത് മാറിക്കൊണ്ടിരിക്കുക, ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുക. നമ്മള് വരുന്ന അനുസരിച്ച് വെയിൽ വന്ന് മഞ്ഞ് പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഇപ്പോഴും മഞ്ഞിനൊരു കുറവില്ല. അംശം പറഞ്ഞൊക്കെ പോകും ഗൈസ്. ഒരു രക്ഷയില്ല ഇവിടെ, ഒടുക്കത്തെ കാറ്റും മഞ്ഞും. അതിൻ്റെ ഇടയിൽ നല്ല രസമുണ്ട് ഗൈസ് ഇവിടെ വന്നിരിക്കാൻ. ഗൈസ് ഇവിടെ ഞാനൊരു സംഭവം കണ്ടേ, ഇലപ്പുഴ പൂഞ്ചിറയിലെ ആ ഷെഡ് പോലത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം. നിങ്ങളിത് കണ്ടോ? ഇത് മറ്റേ ഇലവീഴ പൂഞ്ചിറക്കകത്ത് അവർ നിൽക്കുന്ന ആ ഷെഡ് പോലെ ഇല്ലേ ഗൈസ്? താഴെ ഞാൻ ഒരു നല്ല സ്ഥലം കണ്ട് അവിടെ പോവാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരുത്തനും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോവാണ്, അങ്ങോട്ട് ഒറ്റയ്ക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നതായിരിക്കുന്നു. മൂടൽ മഞ്ഞിൻ്റെ ഇടയിൽ അവരാരും എൻ്റെ കൂടെ വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വരുവാണ്. ഗൈസ് ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാൻ. ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു അന്തരീക്ഷം? നല്ല അന്തരീക്ഷം. അവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇല്ല, അഗാധമായ ഗർത്തമാണ് ഇവിടെ. അങ്ങോട്ട് എടുത്ത് ചാടാൻ തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കി പറ. വീഡിയോ എടുക്കാം. എന്താ വീഡിയോ എടുക്കണ്ടേ ഇനി? എന്താ അപ്പൊ ചാടിക്കഴിഞ്ഞാൽ വീഡിയോ എടുക്കും. ഓ അങ്ങനെ. ഇങ്ങോട്ട് മനുഷ്യന്റെ കൺപീലികളിൽ വരെ മഞ്ഞ് പിടിച്ചിരിക്കുകയാണ്. ഗൈസ് അഗാധതയിൽ നിന്ന് മഞ്ഞ് വരുന്നുണ്ടോ ഗൈസ്? അവിടുന്ന് ഇവിടെ നല്ല വെയിലാണ്, നല്ല അടിപൊളിയാണ് കാലാവസ്ഥ. അവിടുന്ന് കണ്ടോ മഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടോ നിങ്ങൾ? സുഹൃത്തുക്കളെ, വെയിൽ വന്നപ്പോഴാണ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊരു വ്യൂ കണ്ടത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ മല ഇറങ്ങി അങ്ങോട്ട് പോകാൻ വിചാരിക്കുന്നത്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. എന്നിട്ട് നമ്മൾ അങ്ങോട്ടാണ് കയറിപ്പോയത്. നമ്മളിനി അപ്പുറ സൈഡ് പോവാണ് ഗൈസ്. അവിടെ നമ്മൾ ആ സ്ഥലം കണ്ടിട്ട് അങ്ങോട്ട് പോവാണെങ്കിൽ മല ഇറങ്ങി കണ്ട് അവരിറങ്ങി വരുന്നുണ്ട്. നമ്മൾ ആ ടവറിൻ്റെ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ഇതിലാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പം വേറൊരു സൈഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മലയുടെ നല്ല തണുപ്പായിരുന്നു, മഞ്ഞായിരുന്നു, കോടയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുന്നുണ്ട്. വെയിൽ വരുമ്പോഴാണ് നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണുന്നത്. ഇങ്ങനെ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാൻ നമ്മൾ വിചാരിക്കുന്നത് തന്നെ വെയിൽ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലം കണ്ടിട്ട് അങ്ങോട്ട് പോവുകയാണ്. നടന്ന് തളർന്നു പോകുന്നു ഗൈസ്. അയ്യോ, ഇത്രയും നേരം അടുത്തെങ്കിലും കാണാമായിരുന്നു. നിന്ന നിപ്പിൽ ഇവിടെ മൊത്തം കോടയായിട്ടുണ്ട്. നമ്മുടെ കൂടെ വന്നവർ ബാക്കിലുണ്ട്, അവന്മാരെ കാണാൻ പോലും ഇല്ലാത്ത അത്ര കോട പെട്ടെന്നായിട്ടുണ്ട്. ഭരത്ത് ഞാനും ഒറ്റയ്ക്ക് പോവാണ്. ഭരത്തിൻ്റെ ഫ്രണ്ടിലുണ്ട്. കുറച്ച് നടന്നപ്പോഴത്തേനും തളർന്നു പോയി ഗൈസ്. ഭയങ്കരമായിട്ട് ഹായിക്കുന്നു ഗൈസ്. നമ്മുടെ പയ്യന്മാർ ഇതോ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ എത്തി ഗൈസ്. ഇവിടെ എത്തി നമ്മൾ അവരിതോ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. കണ്ണപ്പന അംശമാണ് ഫ്രണ്ടി വരുന്നത്. മജീഷും ഭാസ്കരും പുറകെ ഉണ്ട്. ഭരത്ത് ഇതോ കയറി പോകുന്നു. ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി. ഞാൻ ഭരത്തിനോട് പോവാണ്. കുറച്ച് നേരം വെയിൽ നിന്നായിരുന്നെങ്കിൽ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം മഴയ്ക്ക് കാണാമായിരുന്നു ഗൈസ്. പക്ഷേ ഇതിപ്പം ഒട്ടും ഇതല്ല. ഒരു 5 മിനിറ്റ് പോലും വെയിൽ നിൽക്കത്തില്ല. അതിന് മുമ്പ് തന്നെ മഞ്ഞ് വന്നങ്ങ് അടിച്ച് കയറുവാണ്. അപ്പോൾ അടുത്തിരിക്കുന്നവരെ പോലും കാണാൻ പറ്റാത്തത്ര രീതിയിൽ മഞ്ഞാവാണ് ഗൈസ്. കുറേ സമയത്തിന് ശേഷം നമ്മുടെ പയ്യന്മാരെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വാസ്കോ മാത്രം വ്ളോഗ് എടുത്ത് വേറെ ഏതോ വഴി പോയെന്ന് തോന്നുന്നു. നിങ്ങളിത് കണ്ടോ? എന്തോ ഒരു ഇതികൊണ്ടതാ ഇതിന് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. കാറ്റടിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എടാ നിങ്ങൾക്ക് ഈ കാറ്റിൽ കയറുമ്പം ചെറിയൊരു സൗണ്ട് കേൾക്കും. വാസ്കോ എനിക്ക് ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ ഗൈസ്? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തോ നിഗുണ്ടത ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ സുഹൃത്തുക്കളെ? അപ്പം നമ്മുടെ പയ്യന്മാരാക്കി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ചിങ്ങോട്ട് മാറി വന്നിരിക്കുകയാണ്. അവിടെ പാട്ടും ബഹളമൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു തലയ്ക്കകത്ത് എന്തപ്പില്ല. അപ്പം ഞാൻ ഇച്ചിരി മാറി വന്ന് സമാധാനമായിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വരുവാണ്. ഞാൻ ഇങ്ങോട്ട് വന്നത് അവന്മാരെ കണ്ടിട്ടില്ല. അപ്പോൾ അവന്മാർ വിചാരിക്കും ഞാൻ മിസ്സായത്. കുറച്ച് നേരം അവന്മാരെ എന്നെ തേടി ഇങ്ങനെ നടക്കട്ടെ, നമുക്ക് കുറച്ച് പ്രാങ്ക് ചെയ്യാം അവന്മാരെ. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ഒരു മലയുടെ എഡ്ജിൽ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, വിദൂരതയിൽ എൻ്റെ പേരാരോ
ഉച്ചരിച്ച് ഞാൻ കേട്ടു. എന്നെ തിരക്കി ആരും ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊരു പ്രാങ്ക് കൊടുത്താലോ അവർക്ക്. ഞാൻ എവിടെയെങ്കിലും പോയി വിളിച്ചിരിക്കാം. അപ്പോൾ അമ്മമാർ എന്നെ തിരക്കി വരുന്നു, എന്നെ കണ്ടുപിടിക്കുന്നു. ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ തിരിച്ചു പോവാണ് ഗൈസ്. എന്നെ തിരക്കി ആരും വരുന്നില്ല, ആരുടെയും അനക്കവും ഇല്ല. ഞാൻ എവിടെയെങ്കിലും പോയി കോട്ടയെന്ന് വിചാരിച്ച് കാണും. അവർ ഒരു ശബ്ദം പോലും ഞാൻ കേൾക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഞാനങ്ങനെ തിരിച്ച് നമ്മുടെ ചെറുക്കന്മാരുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളേതോ കുന്നും പുറത്ത് വന്ന് നിൽക്കുകയാണ്. നല്ല കാറ്റ്, നല്ല വെയിൽ, നല്ല മഞ്ഞ്, എല്ലാം കൂടെ ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു സ്ഥലം. സംഗമം. ചാള അടുക്കിയിട്ട പോലെ. കണ്ടില്ല, കണ്ടെങ്കിൽ പോടി വരും. നല്ല നല്ല രസത്തോടെ ഇവിടെ വന്ന് ഇരുന്ന് കുറച്ച് സമാധാനത്തിൽ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് പോവാനെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഇതേപോലെ അപകടം പിടിച്ച സ്ഥലങ്ങളിൽ പോയി ഇരിക്കാനും ഒന്നിനും പോവരുത്. അത് നമുക്ക് തന്നെ ഡേഞ്ചറാണ്. അവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ ഗൈസ്, എന്ത് ഗർത്തമാണെന്ന്. തെന്നിക്കഴിഞ്ഞാൽ നേരെ കുഴിയിലാണ്. അവിടെ കുറേ പുഴകളൊക്കെ നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും. വാസ്കോയും അംശവും അവിടെ ഉണ്ട്. ബാക്കി പയ്യന്മാരും അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടും പോകരുത്. എന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നമ്മൾ സേഫായിട്ട് നിൽക്കുക. ഇവിടെയൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പം മാക്സിമം നമ്മൾ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം പോവുക. എവിടെയെങ്കിലും പോകരുതെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തോട്ട് ഇങ്ങനെ പോകരുത്. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ആരും അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊന്നും പോയി അപകടത്തിൽ ചെന്ന് ചാടരുത്. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മള് പൊന്മുടിന്ന് ഒരു 6-7 കിലോമീറ്റർ ലോങ് എത്താറായപ്പോൾ തൊട്ട് നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. വെയിലായിരുന്നു. മഞ്ഞ് കാണുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് പൊന്മുടി എത്താറായപ്പോൾ തൊട്ട് നല്ല ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു പോസിറ്റീവ് വൈബ് ഇട്ട് തുടങ്ങി. കുറച്ച് തണുപ്പായി തുടങ്ങി. നമ്മളൊരു പകുതി ഒരു 10-16 ഹെയർ പിന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നൈസായി തുടങ്ങി. എന്ന് പറയുമ്പോൾ എന്തുവാ മഞ്ഞായി തുടങ്ങി. പിന്നെ നമ്മളെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് കാണുമായിരിക്കും. അതൊക്കെ മുന്നേ സെറ്റായിരുന്നു, ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ അതേപോലെ തന്നെ വെയിലും നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ മഞ്ഞത്തും ആ സ്ഥലം എങ്ങനെയാണെന്നുണ്ട്, വെയിലത്തും സ്ഥലം കണ്ട് നമ്മൾ 2 രീതിയിലും കണ്ടിട്ടുണ്ട്. ഗൈസ്, നമ്മൾ ആദ്യം നിന്നത് കൊണ്ട് ആ സ്ഥലത്താണ്. ഞാൻ അവിടെ മറ്റേ ഇലവീഴ പൂഞ്ചിറയുടെ കെട്ടിടമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതിലെ നടന്ന് ഇത് ആ ടവറിൻ്റെ അവിടെ പോയി. ടവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതിലേ കൂടെ ഈ കാട്ടിക്കൂടെ കയറിയാണ് നമ്മൾ ഇവിടെ വന്നത്. ഇവിടുന്ന് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അവിടെ നിന്ന് ഇവിടെ ഇറങ്ങി കുഴിയിലിറങ്ങി, അങ്ങനെയാണ് നമ്മൾ അവിടെ പോയത്. നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് വണ്ടി ഇട്ട സ്ഥലത്തോട്ട് പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുവിധം മഴയും കൂടെ പെയ്താൽ എല്ലാത്തരം കാലാവസ്ഥയും നമ്മൾ കണ്ടിരിക്കും. മഞ്ഞ് കണ്ട്, വെയിൽ കണ്ട്, ഇനി മഴയും കൂടെ ആയാൽ എല്ലാം കറക്റ്റായാണ്. ഗൈസ്, അപ്പം ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഭയങ്കര വെയിലായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും പോയി നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ പയ്യെ കൊണ്ട് ഇറങ്ങി വീട് പിടിക്കാൻ പോവാണ് തിരിച്ച്. സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ പൊന്മുടിയോട് വിട പറഞ്ഞ് പോകാൻ പോവുകയാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതാ വാസ്കോ വിദൂരതയിൽ നിന്ന് ഓടി വരുന്നു. അപ്പോൾ നമ്മൾ പൊന്മുടിയിൽ നിന്ന് യാത്രയോടെ വിട പറഞ്ഞ് പോവുകയാണല്ലേ. നമ്മളങ്ങനെ പൊന്മുടിയിലെ ഒട്ടുമിക്ക എല്ലാ ക്ലൈമറ്റും നമ്മൾ എൻജോയ് ചെയ്ത് ഒരുവിധം എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ട് ഇനി നമ്മൾ തിരിച്ച് മഴയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് കംപ്ലീറ്റ് ആയി. മഴ വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചിലപ്പോൾ മഴയും കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ കാറ്റിൻ്റെ സൗണ്ട് കേട്ടു. ഇവിടെ എന്തോ നിഗുണ്ടതകൾ മണക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ്. പോകുന്ന വഴി എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ കാണിക്കാം. അതുവരെ ഞാൻ വിട പറയുന്നു. ബൈ. അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ടാറ്റാ.